ചക്കപ്പപ്പടം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കൂഴച്ചക്കയാണ് എടുത്തിട്ടുള്ളത്. നല്ല വിളഞ്ഞ ചക്ക നോക്കിയെടുക്കുക, പഴുക്കരുത്. അതിന് തൊട്ട് മുന്നേ തന്നെ എടുക്കുക. നല്ല വിളഞ്ഞ ചക്ക, അതിൽ കുരുവൊക്കെ മാറ്റി ചുള മാത്രമായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു സ്റ്റീമറിൽ ഇഡലി പാത്രമില്ലേ, അതിൽ ഒരു തട്ട് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ആവി കയറ്റിയാണ് ഞാൻ വേവിക്കുന്നത്. അതിലോട്ട് നമ്മൾ വൃത്തിയാക്കിയ ചക്കച്ചുള ചേർത്ത് കൊടുക്കാം. മുഴുവൻ ചക്കച്ചുളയും ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി അടച്ചു വെച്ച് 20 മിനിറ്റ് വേവിച്ചെടുക്കണം. നിങ്ങൾക്ക് കുക്കറിലും വേവിച്ചെടുക്കാം, ഞാൻ സ്റ്റീമർ ഉപയോഗിച്ചു എന്ന് മാത്രം. ഇനി ഇത് അടച്ചു വെച്ച ശേഷം 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം മുകളിലുള്ള ചുളയൊക്കെ ഒന്ന് താഴെ വന്നിട്ട് ഒന്നും കൂടി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു 10 മിനിറ്റിന് ശേഷം. ഇപ്പോൾ തുറക്കുന്നതിന് മുന്നേ ഞാൻ ഫ്ലെയിം ഏറ്റവും ചെറുതാക്കി വെച്ചിട്ടാണ് തുറന്നത്, അല്ലെങ്കിൽ ആവി കയ്യിൽ നല്ല ചൂട് കയ്യിലടിക്കും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ചെറുതാക്കി വെച്ച ശേഷം തുറന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ചു വയ്ക്കാം. ഇനി വീണ്ടും ഫ്ലെയിം ലോയിൽ നിന്നും മീഡിയത്തിലോട്ടാക്കുക. വീണ്ടും ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പം ഞാൻ അത് വെന്തിട്ടുണ്ടോ നോക്കുകയാണ്. ഒരു ചുള 10 മിനിറ്റിന് ശേഷം ഒന്ന് ഇതുപോലെ ഒന്ന് മുറിച്ച് നോക്കാം. വേഗം തന്നെ മുറിഞ്ഞ് കിട്ടുന്നുണ്ട്. ചക്കച്ചുള നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പം ഇത് മതിയാവും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത ശേഷം ഇത് ചൂട് മാറാനായിട്ട് വയ്ക്കാം. നിങ്ങൾക്ക് പാത്രം തുറന്ന് ഇതുപോലെ ചുമ്മാ വെച്ചിരുന്നാലും മതി, അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം, വേഗം ചൂട് മാറി കിട്ടാനായിട്ട്. ഇതൊന്ന് തണുപ്പിച്ച് എടുക്കാം. ചൂട് മാറിയ ശേഷം ചക്കച്ചുള കുറച്ചായിട്ട് മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വെള്ളമൊക്കെ ഒഴിച്ച് തന്നെ അരച്ചെടുക്കാം. ഞാൻ മുഴുവനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല തിക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/2 കപ്പ് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് തിക്കായിട്ടാണ് മാവ് എടുക്കുന്നത്, അതുകൊണ്ട് 1/2 കപ്പ് മാത്രമേ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കായപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കളറിന് വേണ്ടിയിട്ട്. പിന്നെ ഇനി എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ജീരകത്തിന് പകരം വേണമെങ്കിൽ കറുത്ത എള്ളും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ജീരകവും എള്ളും ചേർത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇനി ഇത് ഒന്ന് മാവ് പരത്തിയെടുക്കണം. ഞാനിവിടെ വാഴയിലയാണ് എടുത്തിട്ടുള്ളത്. വാഴയിലയുടെ ബാക്ക് സൈഡിലാണ് ഒന്ന് പരത്തി കൊടുക്കേണ്ടത്. ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. കുറച്ച് മാവ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ചക്ക ആയതുകൊണ്ട് നല്ല കയ്യിൽ കുറച്ച് ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എണ്ണയോ വെള്ളമോ അടുത്ത് വെച്ചിരിക്കുക. ഒന്ന് തൊട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ മാവ് കുറച്ച് തിക്കാണ്. ഞാൻ ഇതുപോലെയാണ് പരത്തി കൊടുക്കുന്നതുകൊണ്ടാണ് ഈ ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ മാവ് ആക്കിയെടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ദോശമാവ് പോലെ പരത്തിയെടുക്കാം ഇലയിൽ. അതിനാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ വെള്ളം ഒഴിച്ച് ഒരു ദോശമാവിന്റെ കൺസിസ്റ്റൻസിയിൽ മാവാക്കിയെടുത്താലും മതി. ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. കൈ വെച്ച് തന്നെ ഒരു പ്രത്യേക കറക്റ്റ് ഷേപ്പൊന്നും വേണ്ട, ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പിൽ പരത്തി കൊടുക്കാം. അപ്പോൾ കയ്യിൽ വീണ്ടും ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് എണ്ണ അല്ലെങ്കിൽ വെള്ളം എടുത്തു വെച്ച് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. വാഴയിലേക്ക് പകരം നിങ്ങൾക്ക് പ്ലാശലയാണ് പണ്ടൊക്കെ ഉപയോഗിക്കാറ്, അല്ലെങ്കിൽ അതിനുള്ള പപ്പടത്തിന്റെ പായയിൽ ഉണ്ടാക്കാറുണ്ട്. അതുമില്ലെങ്കിൽ കട്ടിയുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് എടുക്കാം. ഞാൻ പ്ലാസ്റ്റിക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വാഴയിലയിൽ എടുത്തത്. വാഴയിലയാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കിട്ടുകയും ചെയ്യും. മാവിൽ ഉപ്പ് മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്ത് കൊടുത്ത ശേഷം ടേസ്റ്റ് നോക്കുക. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കൂടുതൽ എരിവ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ടെറസിലാണ് ഇത് ഉണക്കാനായിട്ട് വെക്കുന്നത്, അതുകൊണ്ട് കൊണ്ടുപോകേണ്ടത് കൊണ്ടാണ് മാവ് കുറച്ച് തിക്കായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മുറ്റത്തൊക്കെയാണ് ഉണക്കി എടുക്കുന്നതെങ്കിൽ കുറച്ച് ലൂസായിട്ട് ബാറ്റർ ദോശമാവ് പോലെ ഒരു കറണ്ടി വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അപ്പം കുറച്ചുകൂടി കൂടുതൽ വെള്ളം ഒഴിച്ച് ദോശമാവ് കൺസിസ്റ്റൻസിയിലാക്കി പരത്തിയെടുത്താലും മതി. ചക്കച്ചുള എടുത്ത ശേഷം ഞാൻ ചുളയോട് കൂടി പേപ്പറിൽ പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് പരത്തിയിട്ടുണ്ട്. 22 പപ്പടം ഉണ്ട്. അപ്പം ഞാൻ ടെറസിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. നല്ല വെയിൽ കിട്ടണം. ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇത് ഉണങ്ങി കിട്ടും. അപ്പോൾ ഇതിനി ഉണങ്ങിയിട്ട് കാണാം. അപ്പോൾ ഇത് ഒരു ദിവസം മുഴുവൻ വെയിലടിച്ചപ്പോൾ തന്നെ 1/4 ഭാഗവും ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നടുവിലൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടാനുണ്ട്. ഒരു ദിവസത്തെ വെയിൽ മതിയാവും. അപ്പോൾ ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വാഴയിലയിൽ നിന്ന് എടുക്കാൻ വളരെ എളുപ്പമാണ്. വാഴയില നല്ലപോലെ വാടിയിട്ടുണ്ട്. ഇനി ഇത് ഉരിച്ചെടുക്കാൻ നല്ല ഈസിയാണ്. വേണ്ടില്ലേ, എന്തെളുപ്പമാണ് നമുക്ക് ഇതുപോലെ ഉരിച്ചെടുക്കാം. ഇനി ഒരു ദിവസത്തെ വെയിൽ മതി മുഴുവനായിട്ട് ഒന്ന് ഉണങ്ങി കിട്ടാനായിട്ട്. ഇനി ഇത് സ്റ്റീൽ പ്ലേറ്റിലിട്ട് ഒരു ദിവസത്തെ വെയിലും കൂടി കൊണ്ടാൽ മുഴുവനായിട്ടും ഉണങ്ങിക്കിട്ടും. കാലത്ത് 10 മണിക്കൊക്കെ നല്ല വെയിലുള്ള ദിവസം നമ്മൾ ഇതുപോലെ ചക്കപ്പപ്പടം ഉണ്ടാക്കി വെയിലത്ത് വെച്ചാൽ വൈകിട്ട് ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ ഇതുപോലെ 1/4 ഭാഗവും ഉണങ്ങിക്കിട്ടും.
നല്ല വെയിലുള്ള ദിവസം നോക്കി വേണം ഇത് ഉണ്ടാക്കാൻ. വെയിലുണ്ടെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഉണങ്ങി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് മുഴുവനായിട്ടും ഉണങ്ങിയ ചക്കപ്പപ്പടമാണ്. ഇനി ഇതൊരു പാത്രത്തിലിട്ട് നമുക്ക് സൂക്ഷിക്കാം. ആവശ്യമുള്ളപ്പോൾ കാച്ചിയെടുക്കുകയും ചെയ്യാം. മുഴുവനായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. മൊത്തം 2 ദിവസം ഞാൻ വെയിൽ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ അത്ര ക്രിസ്പി അല്ല. നമുക്ക് ഇത് എണ്ണയിലിട്ട് കാച്ചിയെടുക്കുമ്പോഴാണ് ക്രിസ്പി ആവുന്നത്. പപ്പടം കാച്ചിയെടുക്കുമ്പോഴും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം ഞാനിവിടെ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ഇനി ഒരു ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഒന്ന് ചൂടാക്കി എടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അപ്പം തന്നെ ഏറ്റവും ചെറിയ തീയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് മാത്രമേ പപ്പടം ഇട്ട് കൊടുക്കാവൂ. ഇടുമ്പോൾ തന്നെ ഇതുപോലെ ഒന്ന് പൊള്ളി വരും. അപ്പം തന്നെ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് എടുത്തേക്കാം, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. പപ്പടം വേഗം കരിഞ്ഞു പോകും. അതുകൊണ്ട് അധികം ചൂടാതൊന്നും വേണ്ട. നല്ലപോലെ എണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് എടുക്കുക, അല്ലെങ്കിൽ പപ്പടം കരിഞ്ഞു പോകും. സാധാരണ പപ്പടം കാച്ചുന്ന പോലെയല്ല ഇത് കാച്ചുന്നത്. ഇതിന് ഏറ്റവും ചൂട് കുറവ് മതി. ഒരുപാട് ചൂടായി നിങ്ങൾക്ക് കരിയാനൊക്കെ തുടങ്ങുകയാണെങ്കിൽ തീ ഓഫ് ചെയ്ത ശേഷവും നമുക്ക് പപ്പടം കാച്ചി എടുക്കാവുന്നതാണ്. ഞാൻ അവസാനമൊക്കെ ആകുമ്പോൾ തീ ഓഫ് ചെയ്തിട്ടാണ് ബാക്കി പപ്പടം മുഴുവൻ കാച്ചി എടുക്കുന്നത്. അപ്പോൾ ചെറിയൊരു ചൂട് മതി. ഇതിന് വേഗം തന്നെ മൊരിഞ്ഞു കിട്ടും. അപ്പോൾ നമ്മുടെ ചക്കപ്പപ്പടം റെഡി ആയിട്ടുണ്ട്. എണ്ണയിലിട്ട ശേഷം അപ്പം തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഉടൻ തന്നെ അത് വറുത്ത് കോരി എടുക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ചക്കപ്പപ്പടം നല്ല ക്രിസ്പിയാണ്. വൈകിട്ട് കാപ്പിയുടെയും ചായയുടെയും കൂടെയൊക്കെ കഴിക്കാനാണ് ഇത് ഏറ്റവും നല്ല ടേസ്റ്റ്. ഇനി ചക്ക കിട്ടുമ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. താങ്ക്